സുന്ദരി ആ വാ വാ ഇത്തവണ പുതുമാപ്പിള എന്നെ പറ്റിക്കുന്ന വിചാരിച്ചത്. എന്റെ സുന്ദരി അമ്മ വിളിച്ചാ എനിക്ക് വരാതിരിക്കാൻ പറ്റൂ? മുഹൂർത്ത സമയത്ത് കല്യാണ ചെറുക്കൻ എവിടെ ഇറങ്ങിപ്പോയിന്ന് എല്ലാവരും തിരക്കില്ലേ? ആദ്യ ശാന്തി മുഹൂർത്തം കഴിയട്ടെ, പിന്നല്ലേ കല്യാണ മുഹൂർത്തം. സംസാരിച്ചിരിക്കാൻ നേരമില്ല, വേഗം വിളിക്ക്. കൊച്ചു കള്ളന്റെ ഒരു ധൃതി. ആന്റണി, ഇപ്പൊ നീ എന്തിനാ വന്നേ? വെറുതെ കുഴപ്പമുണ്ടാക്കാതെ പോ. വന്നു കേറിയാ പിന്നെ വെറുതെ തിരികെ പോകാൻ പറ്റുമോ ആന്റണിക്ക്? നിർബന്ധമാണെങ്കിൽ ഞാനങ്ങ് പോവാം. അവളെങ്ങ് വിളിക്ക്. ആരെ? സുന്ദരി മണിയുടെ കൊട്ടാരത്തിൽ ഒരു ഈച്ച പറന്നു കയറിയാൽ ഈ ആന്റണി അറിയും. ഇപ്പോൾ ഒരു പേടമാനകത്തിരിപ്പില്ലേ? വിട്ടു താ സുന്ദരി. ഇല്ല, അവളെ വിട്ടു തരുന്നില്ല. ജോർജ് കുട്ടി, ഒറ്റക്കായിട്ട് ചെക്കന്റെ ഒരു വീറ് കണ്ടോടാ. ആദ്യം ബലി കൊടുത്തിട്ട് പൂജ തുടങ്ങണോ അതോ പൂജ കഴിഞ്ഞിട്ട് ബലി കൊടുക്കണോ? ആദ്യം ബലി കൊടുക്കാം, അപ്പോഴേ പൂജ ഫലിക്കൂ. വേണ്ട ആന്റണി, സുന്ദരിയാ പറയുന്നത്. കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. നീ പോ ആന്റണി, പ്ലീസ്. ജോർജ് കുട്ടി, സുന്ദരി പറഞ്ഞാ പിന്നെ അപ്പീലുണ്ടോടാ? വിട്ടുകൊടുക്കാം അല്ലേ? തെമ്മാടിയാണെങ്കിലും ആന്റണി നെറിയുള്ളവനാണ്. നമ്മൾ തമ്മിലൊരു മത്സരം വേണ്ട. ആർക്ക് വേണമെന്ന് ദൈവം തീരുമാനിക്കട്ടെ. ഇതിൽ തല വീണാൽ എനിക്ക്, വാല് വീണാൽ നിനക്ക്. ഓക്കെ? ഓക്കെ. അല്ലെങ്കിൽ വേണ്ട, നീ തന്നെ ഇടും. സോറി കുട്ട, ഇന്ന് ദൈവം എന്റെ ഭാഗത്താ. നോക്ക്, കുട്ടം വിഷമിക്കണ്ട. ഒരു കാര്യം ചെയ്യ, ഞങ്ങൾ കഴിച്ചിട്ട് മിച്ചമുള്ളത് നീയും കഴിച്ചോ. സുന്ദരി, നീ എന്തിനാ നോക്കി നിൽക്കണത്? വിളിക്ക്, വിളിക്ക് സുന്ദരി. വാസന്തി, അവളെ ഇങ്ങ് വിളിക്കേ. ജോർജ് കുട്ടി, ഇത് പേടമാനല്ല, കുഞ്ഞാടാ, ഇളം കുഞ്ഞാട്. ജോർജ് കുട്ടിയെ, ചെക്കൻ കുഴപ്പമുണ്ടാക്കുന്നില്ലടാ. എടാ മോനെ, നിനക്ക് വീണത് വാലല്ലേ? തലയിരിക്കുമ്പോ വാലാടാൻ പാടില്ല. മാറിക്ക. ഇവളാരെന്നറിയോ നിനക്ക്? ഇവളെന്റെ ഭാര്യ, ഞാൻ താലി കെട്ടിയ പെണ്ണ്. ഓ മൈ ഗോഡ്, റിയലി? എന്താ ഇത്? നീ വേണ്ടെന്ന് വെച്ച പെണ്ണല്ലേ ഇവള്? ഇവിടെ നിനക്കെന്തിനാ? ഇങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കി അവൾ ആ കുഞ്ഞിനെ വളർത്തട്ടെ.
മായക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കയ്യിലൊരു ചെറിയ മുറിവ്, അത് സാരമില്ല. മായക്കൊരു പുതിയ ജീവിതം കൊടുക്കാൻ നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ദിവസവും ഒരുപാട് പാപങ്ങൾ ചെയ്യുന്ന എനിക്ക് ഇങ്ങനെ ഒരു പുണ്യം ചെയ്യുവാനുള്ള അവസരം ഉണ്ടാക്കി തന്ന നിങ്ങളോട് ഞാൻ വേണം നന്ദി പറയാൻ. ഏതായാലും ആ കുട്ടിയുടെ ജീവിതം രക്ഷപ്പെട്ടല്ലോ, അത് മതി. എന്നാ ഞാൻ വരട്ടെ. ആണെന്നില്ലല്ലോ മച്ചമ്പി, ഈ 11-ാം മണിക്കൂറിൽ ഇവന് എവിടെ പോയി കിടക്കുക? അവനെ മാത്രമല്ലല്ലോ, ഓടപ്പറന്നമാരെ ഒന്നിനെയും കാണുന്നില്ലല്ലോ. എല്ലാവരും കൂടി ചേർന്ന് എന്തെങ്കിലും ഫോറസ്റ്റ് ഒപ്പിച്ചിട്ടുണ്ടാവോ മച്ചമ്പി? കരുതാക്കെടുത്ത് വളയ്ക്കാതോ, മനുഷ്യരുടെ ഭ്രാന്തെടുത്ത് നിൽക്കുമ്പോഴാ. പോയി നോക്ക്. മുഹൂർത്തമായല്ലോ പിള്ളേ, പയ്യനെവിടെ? അയ്യോ, അവനിപ്പൊ എത്തും. അവൻ ഈ അമ്പലം, ഭക്തി, പൂജ എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക രീതിയാ, വിശേഷിച്ച് ഇങ്ങനെയുള്ള ശുഭകാര്യങ്ങളിൽ. അല്ല, നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. വരൂ. എന്താണ് ഇത്? എവിടുന്ന് കിട്ടി ഇവളെ? എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്റെ ജീവൻ രക്ഷിച്ച് എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റിയത് ഇവിടെ, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നു. നിനക്കെന്താടാ ഭ്രാന്ത് പിടിച്ചോ? ഒരേ എല്ലാരും കൂടെ ചേർന്ന് നിന്നെ പറഞ്ഞു കളിപ്പിക്കുക. എന്നെ ആരും കളിപ്പിച്ചിട്ടില്ല. ഇത്രയും നാൾ നിങ്ങളാ എന്നെ കുറവ് കളിപ്പിച്ചത്. ഞാൻ നിങ്ങളുടെ മകനാ. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാട്ടി തിരുത്തേണ്ട നിങ്ങൾ എന്നെ വെറും ഒരു കളിപ്പാതാക്കി മാറ്റി. ഇനി എന്നെ അതിന് കിട്ടില്ല. നീ എന്ത് പറഞ്ഞാലും ശരി, ഇനി ഈ അഴിഞ്ഞാട്ടക്കാർക്ക് എന്റെ വീട്ടിൽ സ്ഥാനമില്ല. ഇറങ്ങി പോടി വെളിയില്. അത് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഇവളെ എന്റെ ഭാര്യയാണ്. അവളെ ഇറക്കി വിട്ടോ. പക്ഷേ കുഞ്ഞാരാ? നിങ്ങളുടെ മകൻ ജനിച്ചതല്ലേ? ഇതിനെവിടെ കൊണ്ട് കളയും? എന്റെ മകൻ പറഞ്ഞതോ പല തെണ്ടിക്ക് ജനിച്ചതായിരിക്കും. എടോ പിള്ളേ, ഇത്തിരി സംസ്കാരമുള്ളവരാണെന്ന് കരുതിയ 2ാം കെട്ടായിട്ട് പോലും ഞാൻ എന്റെ മകളെ അങ്ങോട്ട് അയക്കാമെന്ന് സമ്മതിച്ചത്. പക്ഷെ ഇത്രയും തരംതാണ കൂട്ടരാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. കെട്ടിയ പെണ്ണ് മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയെന്നല്ലേ താൻ പറഞ്ഞത്? താവ് പറഞ്ഞ് എന്റെ മോളുടെ ജീവിതം കൂടി താൻ നശിപ്പിക്കാൻ നോക്കിയില്ലേ? താനൊരു മനുഷ്യനാണോ? ദേവകി, മോളെ വിളിക്കേ. എല്ലാം വാരി കെട്ടിപ്പെറുക്കി ഇപ്പൊ ഇറങ്ങണ ഇവിടുന്ന്. ഇനി ഇവിടെ നിന്നാലേ നമുക്ക് ആ നാണക്കേട്. വാ. ആ
കുടുംബക്കാരുടെ ഒക്കെ മുമ്പിൽ വെച്ച് ഇത്തിരി പോന്ന ഒരു ചെറുക്കൻ അച്ഛന്റെ നേരെ കൈ ഒങ്ങിയപ്പോ നീയൊക്കെ കയ്യും കെട്ടി നോക്കി നിന്നല്ലേ? മക്കളാണോടാ നീയൊക്കെ? ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? ഇതുപോലൊരു അവസരത്തിന് വേണ്ടിയാ ഞങ്ങൾ കാത്തിരുന്നേ. അതിന് മാത്രം എന്ത് ദ്രോഹമാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്? അച്ഛനൊന്നും ചെയ്തില്ലല്ലേ? അത് ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലായി. ഞങ്ങളോടാണോ പണത്തിനോടാണോ കൂടുതൽ സ്നേഹം? പണമില്ലാന്ന് അറിഞ്ഞപ്പോ സ്വന്തം മരുമകളാണെന്ന് പോലും ഓർക്കാതെ മിണ്ടാപ്രാണിയായ പെണ്ണിനെ തല്ലി കൊല്ലാൻ ശ്രമിച്ചില്ലേ നിങ്ങൾ? സ്നേഹം ഉണ്ടെന്ന് ഭാവിച്ച് നിങ്ങൾ ഞങ്ങളെ താഴത്തിന് തുള്ളിക്കല്ലായിരുന്നോ? ഒന്നും മനസ്സിലാവുന്നില്ല. സ്വന്തം സുഖങ്ങളൊക്കെ മറന്ന് അച്ഛൻ പറഞ്ഞ ദിവസം ജീവിച്ചോ ഞങ്ങള്? കുടുംബസ്നേഹമുള്ള അച്ഛൻ എങ്ങനെ ചെയ്യുവോ? അച്ഛനോടൊപ്പം ജീവിക്കുന്ന ഞങ്ങൾ അന്തസ് തെരുവിൽ ജീവിക്കുന്നതാ. ഇനി ഒരു നിമിഷം ഞങ്ങൾ ആ വീട്ടിലേക്കില്ല. പരിന്ത മക്കളെ, നിങ്ങൾ എന്നെ പണക്കൊതിയെന്ന് വിളിച്ചു, കൊലപാതകി എന്ന് വിളിച്ചു, ഞാൻ സമ്മതിക്കാം. പക്ഷേ കുടുംബസ്നേഹമില്ലാത്തവരെന്ന് മാത്രം പറയരുത്. എനിക്ക് കുടുംബസ്നേഹം ഉള്ളതുകൊണ്ടാണ് നിങ്ങളിപ്പോ എന്റെ നേരെ നിന്ന് സംസാരിക്കുന്നത് പോലും. എനിക്ക് അന്ന് മുതൽ ഒരു കഷ്ടപ്പാടും അറിയിക്കാതെയാണ് ഞാൻ നിങ്ങളെ വളർത്തിയത്. ഇന്ന് ഈ കാണുന്നതൊന്നും അന്നുണ്ടായിരുന്നില്ല. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി 10 രൂപയ്ക്ക് വേണ്ടി ഞാൻ എന്റെ എല്ലാ ബന്ധുക്കളുടെ മുമ്പിലും കൈ നീട്ടി. പണമില്ലാത്തവനെ ആര് സഹായിക്കാനാ? അന്നാടാ ഞാൻ പണത്തിന്റെ വിലയേറിയത്. ഞാൻ കഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾ കഷ്ടപ്പെടരുതെന്നും പണത്തിന് വേണ്ടി അന്യന്റെ മുമ്പിൽ കൈ നീട്ടരുതെന്നും ഞാൻ ആഗ്രഹിച്ചു. അന്ന് മുതൽ പണം മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. പണക്കൊതി മൂലം ഞാൻ പലപ്പോഴും എന്നെ തന്നെ മറന്നു. ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ്. ആ തെറ്റുകൾക്ക് നിങ്ങൾ എന്ത് ശിക്ഷ തന്നാലും അത് സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷേ എന്റെ പൊന്നു മക്കളെ, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒരിക്കലും നമ്മളെ വീട് വിട്ടു പോകല്ലേ. പരസ്പരം പിണങ്ങി പിരിഞ്ഞ് ഭാര്യമാരെ അടിച്ച് പുറത്തേക്കാൻ ഒരുങ്ങുമ്പോഴും തടഞ്ഞത് ഞാനല്ലേ? എന്തിനാ? ഈ കുടുംബം തകരാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ആയാൽ പിന്നെ ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോകും മക്കളെ. എന്നോടൊപ്പം കഴിയാൻ എന്റെ മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അച്ഛൻ വീട്ടിലേക്കില്ല. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി ഞാൻ പോയേക്കാം. ഞാനും അച്ഛാ, അച്ഛൻ പോകരുത്. കുടുംബത്തിന് വേണ്ടി അച്ഛൻ ചെയ്ത നന്മകളൊക്കെ ഞങ്ങൾക്കറിയാം. അച്ഛന്റെ തെറ്റുകൾ തിരുത്തണമെന്നല്ലാതെ ഒരിക്കൽ പോലും അച്ഛന്റെ മനസ്സ് വേദനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. അച്ഛാ, അച്ഛനെങ്ങും പോകരുത്. അച്ഛൻ എന്നും ഞങ്ങളൊപ്പം ഉണ്ടാവണം. അച്ഛാ, അച്ഛന്റെ മൂത്ത മകൻ ഞാനല്ലേ അച്ഛാ? ഞാൻ പറയുന്നത് കേൾക്കണം. അച്ഛൻ പോകരുത്. ഞങ്ങളോട് ക്ഷമിക്കണോ അച്ഛാ? പോകില്ലേ അച്ഛാ? നമ്മുടെ മക്കൾ വിളിക്കുന്നത് കേട്ടില്ലേ? അവർക്ക് നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്? ഇതച്ഛാ. മോളെ,